Welcome to the next session on basic mathematical analysis. ഇന്ന് തേർഡ് ചാപ്റ്ററിലെ 6th സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസസ്. നമ്മൾ കൺവേർജൻറ്റ് സീക്വൻസസ് പഠിച്ചിട്ടുണ്ട്, ഡൈവേർജൻറ്റ് സീക്വൻസസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്നത് പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസസ്. സോ എന്താണ് പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് നോക്കാം. അതിനു മുമ്പായിട്ട് ഡൈവർജൻസ് ക്രൈറ്റീരിയ പ്രകാരം ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡൈവർജൻ്റ് ആവണമെങ്കിൽ ഒന്നുകിൽ അത് അൺബൗണ്ടഡ് ആയിരിക്കണം, അതല്ല എങ്കിൽ അതിന് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് സബ് സീക്വൻസസ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പ്രോപ്പർലി ഡൈവർജൻറ്റ് സീക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സീക്വൻസസ് ആയിരിക്കണം, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സീക്വൻസസ് ആയിരിക്കണം. അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയുക. അപ്പോൾ വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് സീക്വൻസ് എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. വി സേ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ടെൻഡ്സ് ടു പ്ലസ് ഇൻഫിനിറ്റി and we write limit of xn equal to infinity if for every m greater than 0 there exists a natural number km such that xn is greater than m for all n greater than or equal to km. നമ്മൾ xn goes to xn converges to x എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം xnഉം xഉം തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എക്സ് എൻ കൺവേർജസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ എക്സ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ എക്സ് എന്നും ഇൻഫിനിറ്റിയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇൻഫിനിറ്റി ഇസ് നോട്ട് എ പോയിൻ്റ് ഓൺ ദ റിയൽ ലൈൻ. എക്സാക്റ്റ് ആയിട്ടൊരു പൊസിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എക്സ് എന്നും ഇൻഫിനിറ്റിയും തമ്മിലുള്ള അകലം എത്രയാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് മെൻ ബൈ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി? അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. സപ്പോസ് ദിസ് ഇസ് 0, ഐ എം ടേക്കിംഗ് എൻ ആർബിട്രറി പോസിറ്റീവ് നമ്പർ എം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സീക്വൻസിലുള്ള എല്ലാ എലമെൻസും ഈ എമ്മിനേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ സീക്വൻസിലുള്ള ഫൈനറ്റ്ലി മെനി ആൾക്കാർ ചിലപ്പോൾ ഈ എമ്മിന് മുമ്പുണ്ടാവാം, പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അങ്ങോട്ട് സീക്വൻസിലുള്ള എല്ലാവരും എമ്മിനേക്കാൾ വലുതായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ എമ്മിൻ്റെ വാല്യൂ അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. എനിക്ക് എത്ര വലുതാക്കി വേണമെങ്കിലും എമ്മിനെ എടുക്കാം. സോ ഫോർ എവറി എം ഗ്രേറ്റർ ദാൻ 0 ദ എലമെൻറ്റ്സ് ടേംസ് ഓഫ് ദ സീക്വൻസ് എക്സ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ എം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം നാച്ചുറൽ നമ്പർ കെ എം. ഓക്കെ, ഇതാണ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഇതുപോലെ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവാം. സോ വി സേ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ടെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് വി റൈറ്റ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇഫ് ഫോർ എവറി എം ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ എം സച്ച് ദാറ്റ് എക്സ് എൻ ഇസ് ലെസ് ദാൻ മൈനസ് എം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം. സോ ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. ഇവിടെയും ഞാൻ എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു എം ആണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ എം പോസിറ്റീവ് ആണെങ്കിൽ വി നോ ദാറ്റ് മൈനസ് എം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാ എക്സ് എന്നുകളും ഈ മൈനസ് എമ്മിന് മുമ്പാണ് ഉണ്ടാവേണ്ടത്. അതായത് മൈനസ് എമ്മിനേക്കാൾ ചെറുതായിരിക്കണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം നാച്ചുറൽ നമ്പർ കെ എം എവറി എക്സ് എൻ ഇസ് ലെസ് ദാൻ മൈനസ് എം. ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ഈ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. നൗ വി സേ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഇസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഇഫ് എയ്തർ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി ഓർ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി, ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി, പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സാമ്പിൾസ് കാണാം. സീക്വൻസ് എൻ natural numbers 1 2 3 4 etc. You take any m
നമുക്ക് ഒരു എം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. ലെറ്റ് എം ഗ്രേറ്റർ ദാൻ 0. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം ഈ എമ്മിനേക്കാളും വലിയ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എമ്മിനേക്കാളും വലിയ ഒരു നാച്ചുറൽ നമ്പറാണ് കെ എം എന്ന് കരുതുക. ഇഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം, ദെൻ നാച്ചുറലി എം ലെസ് ദാൻ കെ എം ലെസ് ദാൻ or equal to n, and this is true for every n greater than or equal to km, so that we can say that limit of n is equal to infinity. അപ്പോൾ അതുകൊണ്ട് സീക്വൻസ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണ്, ബിക്കോസ് അതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇതുപോലെ തന്നെ എൻ സ്ക്വയർ അതും പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണ്, ബിക്കോസ് ലിമിറ്റ് ഓഫ് എൻ സ്ക്വയർ എന്ന് പറയുന്നതും പ്ലസ് ഇൻഫിനിറ്റി തന്നെയാണ്. സപ്പോസ് സി ഈസ് ഗ്രേറ്റർ ദാൻ 1, സപ്പോസ് സി ഈസ് ഈക്വൽ ടു 2, ദെൻ സീക്വൻസ് 2 പവർ n, 2, 2 square, 2 raised to 4, 2 raised to 2 cube, 2 raised to 4, 2 raised to 5, etc. അതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ് വരിക. സോ ദിസ് ഇസ് ഓൾസോ എ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ്. ദെൻ സീക്വൻസ് മൈനസ് n, -1, -2, -3, -4, etc. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഇതും ഒരു പ്രോപ്പർലി ഡൈവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. ഇനി നോക്കുക, -1 ടു ദ പവർ n എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് -1, 1, -1, 1, എക്സെട്ര. ഇതൊരു ഡൈവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, പക്ഷേ ഇത് ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ സീക്വൻസ് വിച്ച് ഇസ് ഡൈവേർജൻറ്റ് ബട്ട് നോട്ട് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. നൗ നമ്മൾ മോണോട്ടോൺ കൺവെർജൻസ് തിയറം പഠിച്ചിട്ടുണ്ട്. മോണോട്ടോൺ കൺവെർജൻസ് തിയറം സേസ് ദാറ്റ് എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഇവിടെ അതിൻ്റെ നെഗേഷനാണ് നമ്മൾ പറയുന്നത്. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. മാത്രമല്ല, ഇഫ് സീക്വൻസ് എക്സ് എൻ ഈസ് എൻ അൺബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്, limit of xn will be plus infinity. If sequence xn is an unbounded decreasing sequence, then limit of xn is minus infinity. ഇതാണ് ഈ തിയറം പറയുന്നത്. ഇത് നമുക്ക് മോണോട്ടോൺ കൺവെർജൻസ് തിയറത്തിൻ്റെ നെഗേഷനിൽ നിന്ന് പ്രൂഫ് ഫോളോ ചെയ്യുന്നതാണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. സപ്പോസ് സീക്വൻസ് xn is monotonically ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. സോ x1നേക്കാളും വലുതാണ് x2, അതിലും വലുതാണ് x3, അതിലും വലുതാണ് x4, അങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് xn ഉള്ളത്. ഇഫ് ഇറ്റ് ഇസ് ബൗണ്ടഡ്, ദെൻ ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. അപ്പം നമ്മളിവിടെ എടുക്കുകയാണ്, ഇത് അൺബൗണ്ടഡ് ആണ്. അൺബൗണ്ടഡ് ആണ് എന്ന് പറയുമ്പോൾ അതിനൊരു അപ്പർ ബൗണ്ട് ഇല്ല. സോ യു ടേക്ക് എനി എം ഗ്രേറ്റർ ദാൻ 0, ദെൻ ഈ എം എന്ന് പറയുന്നത് സീക്വൻസ് എക്സന്നിൻ്റെ ഒരു അപ്പർ ബൗണ്ട് ആവില്ല. അപ്പർ ബൗണ്ട് ആവില്ല എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എക്സ് കെ എമ്മിനേക്കാൾ വലുതായിട്ടുണ്ട്. സോ ദർ ഈസ് സം കെ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എക്സ് കെ ഈസ് ഗ്രേറ്റർ ദാൻ എം. പക്ഷേ നമ്മുടെ സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. സോ എക്സ് കെ കഴിഞ്ഞ് വരുന്ന എല്ലാവരും എക്സ് കെയേക്കാളും വലിയവരാണ്. സോ for all n greater than or equal to k, xn is greater than or equal to xk. So നമുക്ക് എന്ത് പറയാൻ പറ്റും? For all n greater than or equal to k, xn is greater than or equal to xk and xk is greater than m. So every xn is greater than or equal to m for all n greater than or equal to k. That means ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി, ബിക്കോസ് ഏത് എം പോസിറ്റീവായിട്ട് എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ട് സച്ച് ദാറ്റ് എക്സ് എൻ ഇസ് ഹിയർ ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ. ദിസ് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതുപോലെ സീക്വൻസ് വൈ എൻ അല്ലെങ്കിൽ സീക്വൻസ് വൈ എൻ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ് എന്നെടുത്തു കഴിഞ്ഞാൽ സീക്വൻസ് മൈനസ് വൈ എൻ എന്ന് പറയുന്നത് മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവും. ഓക്കെ, ദെൻ അതിന് അൺബൗണ്ടഡ് ആണ് എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്നിതുപോലെ കിട്ടും. ദാറ്റ് മീൻസ് വൈ എന്നിൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണ്. അതല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ഇത് പ്രൂവ് ചെയ്ത പോലെ തന്നെ വി ക്യാൻ പ്രൂവ് ദ സെക്കൻഡ് പാർട്ട്. അതായത് ഇഫ് സീക്വൻസ് എക്സ് എൻ ഇസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ്, ഇഫ് ഇറ്റ് ഇസ് അൺബൗണ്ടഡ്, ദെൻ
ഇറ്റ്സ് ലിമിറ്റ് ഇസ് മൈനസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തിയറം, let sequence xn and sequence yn be two sequences of real numbers and suppose that xn less than or equal to yn for all n element of natural numbers. അപ്പോൾ ഇവിടെ ഹൈപ്പോത്തസിസിൽ നമ്മൾ എടുക്കുന്നത് xn less than or equal to yn for all n element of natural numbers ആണ്. സീക്വൻസിലുള്ള എല്ലാ ടേംസിനും xn less than or equal to yn ആണ് എന്നാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അങ്ങോട്ട്, അതായത് ആദ്യത്തെ ഫൈനലി മെനി ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ഇല്ലെങ്കിലും സാരമില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങോട്ട് സീക്വൻസ് ഈ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ഫോർ ഓൾ n ആയാൽ മതി. സോ ഇങ്ങനെയാണെങ്കിൽ ഇഫ് ലിമിറ്റ് ഓഫ് xn is ഇൻഫിനിറ്റി, then limit of yn is also equal to infinity. അതായത് ചെറിയ സീക്വൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വലുതും ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോവും. തിരിച്ച് ഇഫ് ലിമിറ്റ് ഓഫ് yn is മൈനസ് ഇൻഫിനിറ്റി, വലുതിൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ദ സ്മോളർ വൺ ഓൾസോ ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇതാണ് ഈ തിയറം പറയുന്നത്. സോ നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. Suppose xn less than or equal to yn for all n element of natural numbers. If limit of xn equal to plus infinity, then by definition for every m greater than 0, there exists a natural number km such that xn is greater than m for all n greater than or equal to km. So, നമ്മുടെ അസംഷൻ പ്രകാരം yn is greater than or equal to xn ആണ്. So, yn greater than or equal to xn. And this xn is greater than m, this is strictly greater than m for all n greater than or equal to km. അപ്പോൾ അതിൽ നമ്മൾ ഈ ഭാഗം മാത്രം എടുത്താൽ yn greater than m for all n element of km എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. That means limit of yn is equal to plus infinity. ഇനി സെക്കൻഡ് കേസ്, if limit of yn is equal to minus infinity, limit of yn minus infinity ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ എവറി എം ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ km സച്ച് ദാറ്റ് yn ഇസ് ലെസ് ദാൻ മൈനസ് എം ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു km. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? xn ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ആൻഡ് ദിസ് yn ഈസ് ലെസ് ദാൻ m മൈനസ് m ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു km, വിച്ച് മീൻസ് xn less than minus m for all n greater than or equal to km, and that means limit of xn is equal to minus infinity. Okay, നമുക്ക് പലപ്പോഴും ചില സീക്വൻസുകൾ ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ കൺവെർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും. തിയറം, നെക്സ്റ്റ് തിയറം, ലെറ്റ് xn and yn are two sequences of positive real numbers and suppose that their ratio limit of xn by yn exists. ആ ലിമിറ്റിനെ നമ്മൾ L എന്ന് വിളിക്കുകയാണ്. ഇവിടെ xnഉംynഉം പോസിറ്റീവ് ആയതുകൊണ്ട് xn by yn എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. സോ അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എനിവേ ഇവിടെ നമ്മൾ പോസിറ്റീവ് ആണ് ഈ ലിമിറ്റ് എന്നാണ് നമ്മുടെ അസംഷൻ. So suppose that limit of xn by yn is equal to L greater than 0 exist. ഇങ്ങനെയുള്ള കേസിൽ if limit of xn equal to infinity, the limit of xn equal to infinity if and only if limit of yn is equal to infinity. അതായത് ഒന്നിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ മറ്റേതിൻ്റെ ലിമിറ്റും ഇൻഫിനിറ്റി ആയിരിക്കും. കഴിഞ്ഞ തിയറത്തിൻ്റെ ഒരു ന്യൂനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn and limit of yn plus infinity ആണെങ്കിൽ we cannot say anything about limit of xn. അതുപോലെ limit of xn minus infinity ആണെങ്കിൽ we cannot say anything about limit of yn. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തയാളും ഇൻഫിനിറ്റിയിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. സോ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് we are assuming that limit of xn by yn is equal to L greater than 0 exist. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം
You take any epsilon greater than 0, corresponding to that you will get a natural number k such that absolute value of xn minus x less than epsilon for all n greater than or equal to that natural number. ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസ് xn by yn ആണ്. ആൻഡ് ഐ ആം ടേക്കിംഗ് എപ്സിലൺ ആസ് l by 2. ഇവിടെ l പോസിറ്റീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് l by 2 പോസിറ്റീവ് ആണ്. സോ ഐ ആം ടേക്കിംഗ് എപ്സിലൺ ആസ് l by 2. സോ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം there exists a k element of n such that absolute value of xn by yn minus l less than epsilon means l by 2 for all n greater than or equal to k. ഇതിൽ ഈ മോഡുലസ് സിമ്പൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ we will get minus l by 2 less than xn by yn minus l less than l by 2 for all n greater than or equal to k. Okay. Then add l throughout നമ്മളിതിൽ l ആഡ് ചെയ്യുകയാണെങ്കിൽ മൈനസ് l മൈനസ് l by 2 is l by 2 less than xn by yn less than l plus l by 2 which is 3l by 2, and this is true for every n greater than or equal to k. അടുത്തതായിട്ട് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് l by 2 less than xn by yn less than 3l by 2 for all n greater than or equal to k. ത്രൂ ഔട്ട് ഞാൻ yn കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. yn പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ yn കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമ്മുടെ ഇനീക്വാലിറ്റിക്ക് യാതൊരു ചേഞ്ചും വരുന്നില്ല. സോ l by 2 yn ലെസ് ദാൻ xn ലെസ് ദാൻ 3l by 2 yn for all n greater than or equal to k എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ലിമിറ്റ് ഓഫ് xn ഇൻഫിനിറ്റി ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എക്സന്നുകൾ ആ പോസിറ്റീവ് നമ്പറിനേക്കാൾ വലുതാകും. സോ ഞാൻ ആദ്യം ഒരു m ഗ്രേറ്റർ ദാൻ 0 എടുത്തു. എന്നിട്ട് ഐ ആം ചൂസിങ് കെ എം എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് xn ഇസ് ഗ്രേറ്റർ ദാൻ 3l by 2 ഇൻറ്റു m. ഇതും ഒരു പോസിറ്റീവ് നമ്പറാണ്. ഈ പോസിറ്റീവ് നമ്പറിനേക്കാളും വലുതാകണം xn. അങ്ങനെയുള്ളൊരു കെ എം ആണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് പോസിബിൾ ബിക്കോസ് ലിമിറ്റ് ഓഫ് xn ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സപ്പോസ് n ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് കെ എം ആൻഡ് കെ, അതായത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് കെ എം ആൻഡ് കെ. അങ്ങനെയാണെങ്കിൽ വി ഹാവ് yn ഗ്രേറ്റർ ദാൻ, ഇവിടെ നമുക്ക് xnഉം yn തമ്മിലൊരു റിലേഷൻ ഉണ്ട്. xn ഇസ് ലെസ് ദാൻ, വി ഹാവ് xn ലെസ് ദാൻ 3l by 2 yn. സോ ഞാൻ രണ്ട് സൈഡിലും ഒരു 2 by 3l കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് 2xn by 3l ലെസ് ദാൻ yn, ഓർ yn ഇസ് ഗ്രേറ്റർ ദാൻ 2 by 3l into xn. So yn greater than 2 by 3l xn, and this is greater than this 2 by 3l ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു. and I know that xn is greater than 3l by 2m. so അതിവിടെ എഴുതി. so 2 by 3lഉം 3l by 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ m ഉള്ളൂ. so what we get is, suppose this is a natural number, say k dash. For every n greater than or equal to k dash, yn is greater than m. So ഏത് m greater than 0 എടുത്താലും we will get some natural number such that yn is greater than m for all n greater than or equal to that natural number. That means limit of yn is equal to plus infinity. അപ്പോൾ xnൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽynൻ്റെ ലിമിറ്റും ഇൻഫിനിറ്റി ആണ് എന്നിവിടെ കിട്ടി. ഇനി നമുക്ക് തിരിച്ച് ചിന്തിക്കണം. അതായത് ഇഫ് ലിമിറ്റ് ഓഫ് yn ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി, ദെൻ വീണ്ടും ഇൻഫിനിറ്റ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ ഈച്ച് m ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ കെ എം എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് yn ഇസ് ഗ്രേറ്റർ ദാൻ നമ്മൾ പറയുന്ന നാച്ചുറൽ നമ്പർ. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2/l m ആണ്. 2/l ഇൻറ്റു m. സോ yn is greater than 2/l into m for all n greater than or equal to km. This means l by 2 yn
മൾട്ടിപ്ലൈയിങ് നമ്മളിവിടെ രണ്ട് സൈഡിലും L/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് L/2 yn ഈസ് ഗ്രേറ്റർ ദാൻ m ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു km. വീണ്ടും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ദിസ് k ആൻഡ് ഈ km എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് xn is greater than L/2 yn, xn is greater than L/2 yn, and L/2 yn is greater than m. So for any m greater than 0 there is a natural number, ഇതിനെ k dash എന്ന് വിളിച്ചോളൂ, such that xn is greater than m for all n greater than or equal to that natural number, which implies limit of xn is equal to plus infinity. സോ എക്സന്നിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ വൈ എന്നിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, തിരിച്ച് വൈ എന്നിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സ് എന്നിൻ്റെ ലിമിറ്റും ഇൻഫിനിറ്റി ആണ്. ഇതാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്.